ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. എൻ്റെ ചെവി ചൊറിഞ്ഞ് ഒരുമാതിരി ഇരിക്കുകയാണ്. സോ നമുക്ക് സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. പോവാ എവിടെ പോവാ ഡീ പോവാ അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഗൈസ്. ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ട്രെൻഡ്സ് എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മ കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ജീൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല ക്വാളിറ്റി ജീൻസ്, ബ്ലാക്ക് കളർ ജീൻസ് ആണ് കേട്ടോ. അപ്പൊ അതും ഇട്ടിട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് അനുവിനൊരു ചുമ വന്നാൽ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ശങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ശങ്കേഴ്സിലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നതാണ് കേട്ടോ ഈ ഒരു ശങ്കേഴ്സിലോട്ട്. അപ്പൊ എനിക്ക് കാണിക്കാനുള്ള ഈ ഒരു ഡോക്ടർ വേണുഗോപാലിനെയാണ് കേട്ടോ. അപ്പൊ കുറെ ഡെവലപ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലായാലും പുറത്തായാലും. റിസപ്ഷനിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അമ്മയും അനുവും കൂടിയിട്ട്. പിന്നെ അനുവിനൊരു വാക്സിനേഷൻ ഉണ്ട്, അതിപ്പോൾ അതുകൂടെ എടുക്കണം. അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ ഡോക്ടർ വേണുഗോപാലിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചടപടയിൽ നിന്നും എല്ലാ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വേറൊന്നും അല്ല, എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ എൻ്റെ തലയിൽ. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ അവർ തന്നിട്ടുള്ള ഒരു ഷാമ്പൂ, ടാബ്ലറ്റ് എല്ലാം ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പേരിലുള്ള ശങ്കേഴ്സിന് പുതിയ കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തത് അനുവിൻ്റെ വാക്സിനേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ച അവൾ കരയുമെന്ന്, പക്ഷെ നടന്നത് എന്താണെന്നറിയാമോ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചിന്നക്കടയിലുള്ള നോവൽറ്റിയിലോട്ട് വന്ന്. കാരണം ധന്യയിലുള്ള ആൻറ്റിമാർക്ക് ഒരു യൂണിഫോം സാരി വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പൊതുവേ അമ്മമാരെ ഷോപ്പിങ്ങിനോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവിടെ അങ്ങ് നിൽക്കും, നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കുമല്ലോ അല്ലേ? അതുപോലെ തന്നെയായിരുന്നു എനിക്കും. അനുവും ഞാനും ഇരുന്നും കുഴഞ്ഞും ഗൈസ്. അവസാനം അമ്മ പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി എപ്പോൾ സാരിയും ബ്ലൗസൊക്കെ കൊണ്ടു കൊടുക്കാൻ നമ്മൾ ധന്യയെ പോയിട്ടുണ്ടായിരുന്നു. ആ ധന്യയുടെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ചില്ലൗട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇത് നമ്മുടെ സന്ധ്യ ആൻറ്റിയുടെ ചേച്ചി സംഗീത ആൻറ്റിയുടെ ഹസ്ബൻഡൊക്കെ നടത്തുന്ന കടയാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് അനുവിനൊരു ഷാർജ, അമ്മയ്ക്കൊരു മുന്തിരിക്കുടവും എനിക്കൊരു ആർട്ടിക് ഫലൂഡ എന്ന് പറയുന്ന ഫലൂഡയും മേടിച്ചു. പിന്നെ അമ്മയ്ക്ക് പാർസലായിട്ട് കരിക്ക ഷേക്ക് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ വിളിച്ചിട്ട് ബൈ, സീ യു.